വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമുക്ക് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫാൻസി ബുക്കിൻ്റെ കവർ പേജ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിൽ ഞാൻ ബുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നില്ല, അത് നമ്മൾ മുന്നേ ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ആ ബുക്കിൻ്റെ കവർ പേജിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുവാണ്. ഇതിപ്പോൾ വരക്കാൻ അറിയുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഒരു പേപ്പറിൽ വരച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ട്രേസ് ടേബിൾ എന്ന് പറയുന്ന ഒരു ആപ്പ് കിട്ടും. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. മുന്നത്തെ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ജേർണലിങ്ങിൻ്റെ ബുക്ക്. ഈ ബുക്കിനാണ് കേട്ടോ നമ്മൾ മേക്ക് ഓവർ കൊടുക്കുന്നത്. ഞാൻ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിട്ടുണ്ടായ ഒരു ക്ലോത്താണിത്. പക്ഷേ ഇത് ഒരു 2-3 വർഷം മുന്നേ ഞാൻ യൂസ് ചെയ്തതാണ്, ഇപ്പോൾ യൂസ് ചെയ്യാണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ ഇത് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തിട്ടുള്ളത്. പിന്നെ ഈ നോട്ട്ബുക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടാക്കി ടേപ്പാണ്. ആദ്യം ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്താലോ എന്നാണ് വിചാരിച്ചത്. ഇത് കറക്റ്റ് നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വരച്ച പിക്ചറിലോട്ടേക്ക് ഒന്ന് ഔട്ട്ലൈൻസ് വരച്ചു കൊടുത്ത് കളർ ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഇതാ കളർ ചെയ്ത പിക്ചർ നമ്മൾ അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച നോട്ട്ബുക്കിൻ്റെ മുകളിലേക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.